അനന്തു, ഞാൻ നേരത്തെ പറഞ്ഞ ലൈഫ് ഓഫ് അനന്തൊരു കുറിച്ചാണ്. അവനായിരുന്നു കുറച്ചു നാള് ഈ പറയപ്പെടുന്ന പോലെ ഈ വൃത്തികെട്ട സംഭാഷണങ്ങളും ആരെയും വലിച്ചു കീറുന്ന ഒരു മനസാക്ഷിയും ഇല്ലാതെ വലിച്ചു കീറി സംസാരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് രേണുസുതിയെ കുറിച്ചാണ്. സമൂഹത്തിന് ദോഷം വരുന്ന എന്ത് പരിപാടിയാണ് രേണുസുതി അവിടെ? ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. എടാ, സിനിമയിൽ കാണിക്കുന്ന വൾഗാരിറ്റി പോലും രേണുസുതിയുടെ ജീവിതത്തിൽ കാണിച്ചിട്ടില്ല ഒരു അഭിനേതാവ് എന്ന നിലയിൽ. ഇപ്പോഴൊരു മനംമാറ്റം സോപ്പിട്ടോ, പക്ഷെ പതപ്പിക്കരുത്. സമൂഹത്തിന് നാശം വരുത്തുന്ന, കോട്ടം വരുത്തുന്ന, കുട്ടികളെ തിന്മയിലേക്ക് നയിക്കുന്ന എന്ത് പരിപാടി രേണുസുതി ചെയ്തിട്ടുണ്ട്? നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാണ്. താങ്കളുടെ എക്സ്പ്രഷൻ താങ്കൾ എപ്പോഴെങ്കിലും കണ്ണാടി നോക്കാറുണ്ടോ? അത് കുറച്ച് പ്രശസ്തയായപ്പോ ഇച്ചിരി തലക്കനം കൂടിയിട്ടില്ലേ? സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ താങ്കൾ ഇങ്ങനൊരു വേഷങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനൊരു രീതിയിലോ ഒക്കെ അഭിനയിക്കുമായിരുന്നു? സുധിച്ചേട്ടൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ കുപ്രസിദ്ധിയിൽ അഡിക്റ്റഡ് ആയിട്ട് അത് ചെയ്യണം, അങ്ങനെ പോകണമെന്നൊരു ഇതിലാണല്ലോ പറയുന്നത്. അതന്നത്തെ ചോരത്തിളപ്പിന് പൈസക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഇറങ്ങേണ്ട അവസ്ഥ വന്നു, അങ്ങനെ ഞാൻ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ജോലികളില്ലേ വേറെ? നന്നായിട്ടുണ്ട്. ഈ രേണുവിന്റെ കോൺഫിഡൻസ് അല്ലേ, പൊട്ടക്കണറ്റിലെ തവളകൾ എന്ന് പറയുമ്പോഴത്തേക്ക് പുറത്തെ ലോകം ഒന്നുമല്ല, തങ്ങളുടെ ലോകമാണ് ചുറ്റിനും, അത് ഏറ്റവും ഗ്രേറ്റ് എന്നാണ് ചിന്തിക്കുന്നത്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോ എവർക്ക് എന്തിനാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. കാണുന്ന പൊട്ടന്മാർ ഇതിനകത്ത് എവിടാ ചേച്ചി സമൂഹത്തിന് ഗുണമുള്ള ചക്ക? അങ്ങനെ തപ്പി തപ്പി വന്നപ്പോ ചേച്ചിയുടെ സമൂഹത്തിന് ഗുണമുള്ള ഒരു ചക്ക ഞാൻ കണ്ട്. കക്കൂസ് ഇല്ലാത്ത കേരളം. പോയേ കയ്യിന്ന് പോയേ പിന്നെയും പോയേ. അപ്പോ അതുകൊണ്ട് തന്നെ എന്നെ വിമർശിക്കാൻ അയാൾക്കൊരു യോഗ്യതയില്ല. നല്ല കറക്റ്റായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എങ്കിലും 100% ഞാൻ അതിനോട് യോജിക്കുന്നു. കാര്യം ചേച്ചിയെ ഞാനൊരു വീഡിയോ റിയാക്ട് ചെയ്ത സമയത്ത് പലരും എന്റെ അടുത്ത് വന്ന് ചോദിച്ച് എന്തിനാണെന്തോ ഈ തീട്ടക്കേസൊക്കെ പിടിക്കാൻ നിൽക്കുന്നത്.